ഹായ്. ഇന്ന് നമ്മള് ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ചേച്ചിയുടെ വീട്ടില് ഗാർഡൻ കാണാൻ പോവാണ്. ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, പക്ഷെ ചേച്ചി അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ചേച്ചിയുടെ വീട്. ചേച്ചി കുട്ടി, നമുക്ക് ഗാർഡനിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഗണപതി കിടക്കാം. ചേച്ചിയുടെ വീട്ടിലെ ഗണപതിയാണ്. നല്ല സൂപ്പറായിട്ട് കണ്ടോ, എല്ലാതൊക്കെ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചേക്കുവാ. ചേച്ചി മോൻ വരച്ച ഗണപതിയുടെ പടമാണ് കേട്ടോ. ഭയങ്കര ആർട്ടിസ്റ്റാണ്. കണ്ടോ, ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം മോൻ വരച്ചതാണ്. ഒരുപാട് ഇതിലുണ്ട്. ഗണപതിപ്പ മോര്യ. ഇനി നമുക്ക് ചെടി കാണാം. അടിപൊളി. ഇതേത് ചെടിയാണ്? വെള്ളത്തിൽ വളരുന്നതാണ് കേട്ടോ. വെള്ളത്തിൽ വളരുന്ന മണി പ്ലാന്റ് ആണ്. എല്ലാം ചേച്ചി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാ. ചേച്ചിക്ക് ഈ ചെടികളെ കുറിച്ച് എല്ലാം ഭയങ്കര നോളജാണ്. ആദ്യം നമുക്ക് ചെടി ഒന്ന് കാണാം, അത് കഴിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം കേട്ടോ. ശകലം സ്ഥലമേ ഉള്ളൂ, ഞങ്ങളുടെ ബാൽക്കണിയിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ചേച്ചിയുടെ ഒരു എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് ഓരോ ചെടികളെ ചേച്ചിയോട് ചോദിച്ചു പോവാം. ചേച്ചി ഏത് ചെടിയാണ് കണ്ടോ? ഇതിൻ്റെ ഉണ്ട് അടിപൊളി. പ്ലാസ്റ്റിക് ആണെന്നേ പറയത്തുള്ളൂ കേട്ടോ. ഇല ഉണ്ടോ? അത് സുന്ദരനല്ല, നല്ല സുന്ദരൻ ഇല കണ്ടേ. സാധാരണ മണി പ്ലാന്റ് അല്ല അത്. എന്താ എന്റെ പേരറിയാവോ? ഇങ്ങനെ ഉണ്ട്, ഇല ഉണ്ടോ? ഓളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ അടിപൊളി. ചേച്ചി ഇത് കയറൊക്കെ എന്നാ ഇട്ട് വെച്ചേക്കുന്നത്? അതൊക്കെ അടുത്താണ്. ഇതെന്ത് ചെടിയാ? പുൽച്ചെടിയാണ്. ലക്കി ബാമ്പു വെള്ളത്തിൽ വന്നത്, അത് വാടിപ്പോയപ്പോ ഞാൻ അടുത്ത് മണ്ണി വെച്ചാ. ലക്കി ബാമ്പു അടിക്കത്തില്ല. ലക്കി ബാമ്പു ആണിത്. ഇത് ഉണ്ടോ? ഇതിലേക്കാട്ട് സ്പെഷ്യൽ ഉണ്ട്. ഇത് മിക്സിയുടെ ജാറാണ്. പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചേച്ചി അടിപൊളിയായിട്ട് മിക്സി ജാറൊക്കെ ഉപയോഗിച്ച് ലക്കി ബാമ്പു. നമ്മൾ കടയിലൊക്കെ മേടി കിട്ടുന്നില്ലേ ലക്കി ബാമ്പു. പുറകിൽ കലാത്തിയ. ഇത് കലാത്തിയ വേറൊരെണ്ണം, ഇത് വേറൊരു സൈസ്. രണ്ട് സൈസിലെ കലാത്തിയ. ചേച്ചിക്ക് അതിലത്തെ പേരൊക്കെ അറിയാം, നമുക്കറിയത്തില്ല. കണ്ട് ഇതിന്റെ ഇലയൊക്കെ ഉണ്ട്, അടിപൊളി, കാണാൻ നല്ല ഭംഗിയാണ്. പിങ്ക് കളറ്, ഗ്രീൻ കളർ. ഇതേത് ചെടിയാ? ഇതിന്റെ പേര് എത്ര അറിയത്തില്ല, എന്നാലും ഇത് പിങ്ക് കളറിലെ. ഇതേതാ? ഗ്രീൻ കളറ്. ഒരുപാട് ടൈപ്പിലെ മണി പ്ലാന്റ് ഉണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇതൊരു ടൈപ്പാണ്. ഇതിന്റെ പേരറിയാവുന്ന കമന്റ് ചെയ്യണം കേട്ടോ. മഞ്ജുള പോത്തൂസ് എന്നാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാൻ കിടുക കേട്ടോ. പിന്നെ ഇതെന്തോ ചെറിയ പായൽ ടൈപ്പിലെ പുൽച്ചെടി, പായൽ പോലത്തെ. അത് കഴിഞ്ഞ് ഇതിന്റെ ഇതിനൊന്ന് 750 രൂപ കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞു. ഇതിന്റെ ടൈപ്പിൽ തന്നെ വേറെ. ഇതിന്റെ പേരറിയത്തില്ല. ഇതെന്താ? പനിക്കൂർക്കയാണ്. ഇത് പനിക്കൂർക്കയാണ്, ചെറിയൊരു ചെടി. ചെമ്പരത്തി. ഇതേത് ചെടി ചേച്ചി? നമ്പ്യാർ വട്ടം. റെഡ് കളറിന്റെ ചെമ്പരത്തി. ഇതെന്താ? ഇത് അഗ്ലോണിമ. ഇതാണ് അഗ്ലോണിമ. 750 rupees ഒക്കെ.
ആ 750 രൂപയൊക്കെ ആവും ഒരു ഏകദേശം ഈ പ്ലാന്റിന് ഒരു വേണ്ടി പ്ലാന്റ് വന്ന് അത് ഞാൻ 2 മാറ്റി നട്ടു. മാറ്റി നട്ടതാണ്. ഈ പ്ലാന്റ് ചില വലുതായി നല്ല അടിപൊളിയായി. ഇത് എന്തിനു വേണ്ടിയുള്ളയാ? ഷോ പ്ലാന്റ്. ഷോ പ്ലാന്റ് അല്ലയോ? എന്താന്ന് പേരിന്റെ? അഗ്ലോണിമ. അഗ്ലോണിമ കേട്ടോ. അടുത്തയാണ് സ്പൈഡർ പ്ലാന്റ്, സുന്ദരൻ പ്ലാന്റ്. അടിപൊളി. ഇതിനും വിലയാ എത്ര രൂപ? അതിനങ്ങനെ 300 രൂപയ്ക്ക്. 300 രൂപയ്ക്ക് മേടിച്ച ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പൂ വരും. എന്നിട്ട് ഇതിന്റെ ആഹാ, അറ്റത്ത് ഇതിന്റെ തന്നെ അകത്തൂടെ അടുത്ത തൈ പോകും കേട്ടോ. വരും. ഇതിന്റെ അകത്തൂടെ നോക്കി, ഇതിന്റെ അതിന്റെ അകത്തൂടെ വന്നിട്ട് അടിപൊളി പോകും. പിന്നെ ഇത് പൊട്ടിക്കളിക്കുവോ? ആ ഇത് തൈയായി കണ്ടോ. ഇത് അടുത്ത അടുത്ത പ്ലാന്റ്. ഇതിന് ഇപ്പൊ മുറിച്ച് വേറെ നടണം. ആ വേറെ നടക്കി വേറെ ചട്ടിയിലാണ്. ഓക്കെ. നിറച്ച് പൂ അകത്തുണ്ട് വേറെ. പൂ ഉണ്ടായിരുന്നു. വെള്ള വെള്ള പൂ ഒഴിഞ്ഞു. ഇതിനടിയിലുണ്ട്. ഇല്ല അതുകൊണ്ട് അവിടെ 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 ആ ഇതുണ്ട്. താഴെ ഇതാ റബ്ബർ തോട്ടം നിൽക്കത്തില്ല ചുമന്ന പൂ ലില്ലിപ്പൂ. ലില്ലിപ്പൂ. വെള്ളപ്പൂ വന്നു. ഏഹ് ചുമന്ന പോലെ. ഇത് തെറ്റി. ചുമന്ന തെറ്റി. ചുമന്ന തെറ്റി. അടുത്തത് ഇത് ഈ കലാത്തിയയുടെ വേറൊരു ടൈപ്പ്. ഇത് കലാത്തിയുടെ വേറെ type. കലാത്തി. അത് ആ ഇത് മറ്റേ അച്ചടി തന്നെ. അപ്പുറത്തെ ഇത് മൈസൂർ ചീര നമ്മുടെ ആ നാട്ടിൽ. ഇത് നമ്മുടെ നാട്ടിലെ മൈസൂർ ചീര നാട്ടിൽ നിന്ന് കൊണ്ട് നട്ടി വെച്ചേക്കാം കേട്ടോ. കേട്ടോ. എല്ലാ കളക്ഷനും ഉണ്ട് ചേച്ചിയുടെ അടുത്ത്. ഓഴ വേറൊരു ചെടി നിൽക്കുന്നു, എന്തോന്ന് അറിയത്തില്ല കേട്ടോ. ഓഴ ലാസ്റ്റിലോട്ട് നിൽക്കുന്നു. അതോ അതെന്ത് വന്നാലും ഇത് കള്ളിപ്പാല നമ്മുടെ നാട്ടിലെ. ഇതുണ്ടാ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊന്നും ഇതൊന്നും കിട്ടത്തില്ല. ഇതെല്ലാം ഞങ്ങൾ ചേച്ചി നാട്ടിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്നതാണ്. ഇതാണ് കള്ളിപ്പാറ. പാല കള്ളിപ്പാല. അതിന് താഴെ ഒരു കൂട്ടുകാരൻ നിൽപ്പുണ്ട്. കലാത്തിയുടെ വേറെ ടൈപ്പ്. ഇതും കലാത്തിയാണ്. ഇതിന്റെ ചെടി ഉണങ്ങിപ്പോയി. അടുത്ത മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ചേച്ചി കയറ് വെച്ച് കെട്ടി ഇങ്ങനെ എപ്പോഴും നനഞ്ഞിരിക്കും. അത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവോ നാട്ടിലൊക്കെ പോവോ അതെങ്കിലും അത് കുറച്ചുകള് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഓക്സിജൻ കിട്ടുന്ന പ്ലാന്റ് ആണ്. നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് ഓക്സിജന് വേണ്ടി ഒരുപാട് യൂസ് ചെയ്തതാണ്. സ്നേക്ക് പ്ലാന്റ്. ഇതെന്താണ്? ഇത് കലാത്തിയ. ഒരുപാട് കലാത്തി ഉണ്ടല്ലോ. ഞാൻ പൗഡർ ടിൻ വെച്ച് ഇത് നമ്മുടെ മറ്റേ മണി പ്ലാന്റ്, ആദ്യം കണ്ട മണി പ്ലാന്റ്. ഇതെങ്ങനെ ഇത് ഹോള് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നത്? സൃഷ്ടി ഇതുണ്ടോ, ദൈവത്തിന്റെ സൃഷ്ടി ഉണ്ടോ ഈ കറക്റ്റ്. ഇത് ബോട്ടിൽ പ്ലാന്റ്. ബോട്ടലില് ഇത് മണി പ്ലാന്റ്. ഇത് സ്നേക്ക് പ്ലാന്റിന് വേറെ 2 ടൈപ്പ്. സ്നേക്ക് പ്ലാന്റിന് വേറെ ടൈപ്പില്ല കേട്ടോ. ഫുൾ കളക്ഷനാ. ഇത് അതിന്റെ വേറെ. ഇത് വേറെ വെള്ളത്തിൽ എന്ത് രസമുണ്ടോ നോക്കി. എന്ത് രസമുണ്ട് കാണാൻ. അത് കാണാൻ. ഇത് വെറും ഒരു കപ്പ. കപ്പയോ? കപ്പ്. ഓ കപ്പിനകത്ത് ചെറിയ കലാത്തിയ. ഇതൊരു ബോട്ടിൽ ഞാനിങ്ങനെ ഫ്ലവർ പോലെ ഉണ്ടാക്കി. ഓ അടിപൊളി. ബുദ്ധി ഉണ്ടോ? അടിപൊളി. നല്ല ഒരു ഫ്ലവർ പോലെ തന്നെ കണ്ടിട്ട് ബോട്ടിൽ കട്ട് ചെയ്ത്. ഇത് പൗഡർ ടിന്ന്. നമ്മളെ ഈ വേസ്റ്റ് പോകുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാന്ന് പഠിപ്പിച്ചു തരുന്നതാണ് ചേച്ചി. കണ്ടോ ചേച്ചി? ഏത് ചെടി ചേച്ചി? ലക്കി ബാമ്പു. ആദ്യം നമ്മൾ ചെറിയ ഒരെണ്ണം കണ്ടില്ലേ, അതിന്റെ വലുതായില്ലേ? ഇത് ബാമ്പു പോലെ ആവുമോ വലുത്? 500 രൂപയാണ് ഒരു വ്യക്തിന്. ഇത് 3 എണ്ണം ഉണ്ടല്ലേ. ഇതിനെന്താ ഈ വളമൊക്കെ എന്തെങ്കിലും ഇടുവോ? എന്തെങ്കിലും ചാണകപ്പൊടിയും ചകിരിപ്പൊടിയാണ്. പിന്നെ ആഴ്ച മണ്ണ് മാറ്റി ചേച്ചി എല്ലാത്തിന്റെയും മണ്ണ് മാറ്റിയിടണോ ആഴ്ച? ഓക്കെ. വെള്ളം ഒഴിച്ച് വെള്ളമൊക്കെ അങ്ങനെ എന്നും കൊടുക്കണോ? 2 ദിവസം കൂടുമ്പോൾ. ചിലതിനൊക്കെ ഇതിനൊക്കെ സ്നേക്ക് പ്ലാന്റിനൊക്കെ 2 ദിവസം, അല്ലാത്തതിനെല്ലാം എന്നും ഒഴിക്കണം. ഇപ്പൊ അടിപൊളിയായിട്ട് കണ്ടോ നമ്മളെല്ലാം. ഇത് ജസ്റ്റ് ഒരു ബാൽക്കണിയാണ്. ഇനി അടുത്ത ബാൽക്കണിയിലോട്ട് പോകാം. ഓക്കെ. ടിവിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഓഹോ ഇതെന്തോ കളക്ഷൻ.
ടിവിക്കകത്ത് ഫ്ലവർ കാണുന്നുണ്ട്, അതിനെക്കാട്ടി താഴെ ഓഹോ ഇതെന്താണിത്, ഇതെന്താണ് ചേച്ചി, എന്താ ചേച്ചി ഇത്? ഇതൊരു പായലാണ്. അതൊരു തുള്ളി കൊണ്ടിട്ടാ മതി, തന്നെത്താനെ ഓട്ടോമാറ്റിക് നീളം വളർന്നു. വേരൊന്നും ഇല്ലേ? വേരില്ല, ഇട്ടാ മതി. ഞങ്ങള് കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ കൊണ്ട് കൊണ്ടുവന്ന അത് തന്നെത്താനെ അതിന്റെ അകത്ത് കിടക്കുന്ന എന്താണ്? സ്റ്റോൺ ആണ്. അടിപൊളി കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, ഭയങ്കര. ഇത് പായലാണ്, ഒരു സൈസ് പായലാണ്. പിന്നെ മണിപ്ലാന്റ്, അതും കപ്പ്. ഇതൊരു കപ്പാണ്. കണ്ടോ ഇല്ലേ, നമ്മുടെ ഓറഞ്ചോ ഈ ആപ്പിളോ ഒക്കെ വരുന്ന വെച്ചേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതും ചേച്ചി നട്ടു വെച്ചേക്കുവാ, പേരറിയത്തില്ല കേട്ടോ. ഇതെല്ലാം വെള്ളത്തിൽ വളരുന്ന, പേരറിയാത്തതിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയത്തില്ല. ഇത് മണിപ്ലാന്റ്, ഇത് കലാത്തി. സ്റ്റോൺ ഇട്ടേക്കോ, എല്ലാത്തിനും അടിയിൽ സ്റ്റോൺ ആണ്. ഗ്ലാസിന്റെ ഇങ്ങനെ വലിയൊരു ഷോറൂം ഇങ്ങനെ ഷോക്കേസ് പോലെ ഉണ്ടാക്കിട്ടെ, അതിൻ്റെ അത് ഇങ്ങനെ വെക്കണം. എല്ലാം അടിപൊളി മണിപ്ലാന്റ് ആണ്. കുപ്പിക്കകത്തൊക്കെ വെച്ച നല്ല സൂപ്പർ. എത്ര ദിവസം കൂടുമ്പം വെള്ളം മാറി? 4 ദിവസം കൂടുമ്പം ഇതെല്ലാം അഴിച്ച് പിന്നെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളം ശേഖരിച്ചു. ചേച്ചിക്ക് ഡെയിലി 2 മണിക്കൂറത്തെ പണിയാ ഇത് തന്നെ. വെള്ളം മാറ്റാന്, ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാന് എല്ലാം. ഇതൊക്കെ ചെറിയൊരു കുഞ്ഞത് കൊണ്ട് വെച്ചതാ, ചെറിയത്. അതേന്ന് വേറെ പൊട്ടിക്കളിച്ച്. ഇതിന്റെ എല്ലാം വേരുണ്ട്, കാണിച്ചു തരാം. വേരുണ്ട്. മണ്ണിന്റെ ആവശ്യമില്ല, എല്ലാം വെള്ളത്തിൽ എടുക്കണ്ട വെള്ളത്തിൽ. പിന്നെ ഇത് കഴുകുമ്പോ വേരോടെടുത്ത് വെളിയിൽ എടുത്ത് കഴുകിയിട്ട് ഇടണം. ഒരു കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കണം. അതാണ് വേരൊക്കെ ശ്രദ്ധിച്ച് കഴുകി. ഇതിപ്പോ 2 ദിവസം ആയതേ ഉള്ളൂ ഇതിന് വേര് വന്നു. ഓഹോ, 2 ദിവസം പ്രായമുള്ള കുഞ്ഞു പാവയാ വേര് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചത്, എല്ലാ കളറും ഉണ്ട്, കിഴുത്തുള്ളതുണ്ട്, എല്ലാം കൂടെ അടിപൊളി. ഇനി അടുത്ത ബാൽക്കണിയിലോട്ട് പോവാം. നല്ല രസമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ബാൽക്കണിയിൽ പോയി അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ. ഓക്കെ. ഓഹോ, ഈ ബാൽക്കണിയിൽ ഒരുപാട് ചെടികളുണ്ട്. ഇതെന്താ ചേച്ചി ഇത്? അത് തന്നെ അടിയിലുണ്ടോ? കഥ വറക്കാൻ കത്തക്ക നീങ്ങി വേ. ഇതാണ്, ഇതെന്താണ്? ഉള്ളി, സവാള. ഇതെന്താ ചെടിയാ, പേരെന്താണ്? ഇതെന്താ ചെടിയാണ്? പേരറിയില്ല. ചുമന്ന പൂവുണ്ടാകും, നല്ല ചുവന്ന പൂവുണ്ടാകും. പേരറിയത്തില്ല. പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട്. ഇത് മുറുകൂടി, നമ്മളെ മുറിയൊക്കെ പറ്റുമ്പോ പെട്ടെന്ന് ഇതിന്റെ ഒരു ഇല എടുത്ത് വെച്ച് മുറുകൂടിയാ. മുറികൂടി നമ്മുടെ നമുക്ക് കൈയും കാലും ഒക്കെ വിരലും ഒക്കെ മുറിയുമ്പോ ഇത് ഞെരടി പിഴിച്ചാൽ അതിന്റെ നീരൊഴിച്ചാൽ എളുപ്പം കരിയും. ചിരട്ടയാണ്. ചിരട്ടക്കകത്ത് കളറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് മണിപ്ലാന്റ്. മണിപ്ലാന്റ് എല്ലാം തോന്നുന്നത് അല്ല, അത് വേറൊരു പ്ലാന്റ്. ഒരു ചെടി നട്ട് വെച്ചേക്കും. ഇത് കണ്ണാടി ചെടി. ഇതിനകത്തൊരു ചെമ്പരത്തി ഉണ്ട്, ലില്ലി ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആണ്. ചെമ്പരത്തി ഉണ്ട്, ലില്ലി ഉണ്ട്. ഇതെന്താ ചേച്ചി? ഇതിന്റെ പേരൊന്നും അറിയത്തില്ല. ഇതുണ്ട് തെർമോക്കോളിന്റെ ഉപയോഗം ചെയ്ത് തെർമോക്കോളിന്റെ ബോക്സ്. ചീര കൃഷിയാണ്. അതിന് അടിയിലുണ്ട്, നിറച്ചുണ്ട്. അത് ഇങ്ങനെ താഴോട്ടം വളരുവാണ്. ഇതിങ്ങനെ മേളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വട്ടത്തിൽ കറക്കല്ലോ. കറക്കാം. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹാങ്ങിങ് പ്ലാന്റ് അത്. അടുത്തത് കണ്ടോ കാസറോള്, നമ്മുടെ വേസ്റ്റ് വന്ന കാസറോള്. അതുപോലെ ചുമന്ന പൂവുണ്ടാകും. ഇത് വെള്ളപ്പൂവാണ്. ഡസ്റ്റ്ബിൻ. ഇഞ്ചിയാണ്, കിളിച്ചില്ല, കിളിച്ച് വരുന്നേ ഉള്ളൂ. ഇഞ്ചി
ഇഞ്ചി നട്ടേക്കുവാണ്. ഇഞ്ചി കിളിച്ചില്ല, ഈടെ അങ്ങോട്ട് നട്ടതേ ഉള്ളൂ. കരിയാപ്പാണ്. നമ്മുടെ കരിയാപ്പ് വലിയ കരിയാപ്പ് ഉണ്ടായിരുന്നു. വലുതായിരുന്നു ഒത്തിരി. അത് പാവയ്ക്ക. പാവയ്ക്ക പാവയ്ക്ക ചെറിയൊരു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ടായി പോയി. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു പറഞ്ഞാൽ ചെറിയ ശക്കല സ്ഥലമേ ഉള്ളൂ. ഉണ്ട് നമ്മുടെ ബാൽക്കണി ശക്കല സ്ഥലമേ ഉള്ളൂ. ഈ സ്ഥലത്താണ് ചേച്ചി ഇത്രയും സെറ്റ് ചെയ്ത് ചെടികളൊക്കെ വെച്ച്. അത് മുൾച്ചെടി, ഇതൊരു മുൾച്ചെടിയാ, ചുമന്ന ചെടി ഇതൊരു ശംഖുപുഷ്പമായിരുന്നു, വാടിപ്പോയി. ശംഖുപുഷ്പം. ഇത് വഴുതന, ഇത് വഴുതനയാ, വഴുതന. ഇത് വഴുതനങ്ങ ഉണ്ട്. ഇത്ര സ്ഥലത്ത് വഴുതനങ്ങ ഉണ്ടായി. തെങ്ങുണ്ടോ? ഈ സ്ഥലത്ത് തെങ്ങ് വരെ ഉണ്ടാക്കിയുണ്ടോ? ഇത് ഇങ്ങനെ, ഇത് മഞ്ഞള്. മഞ്ഞളത് മഞ്ഞള. ഇത് സ്നേക്ക് പ്ലാന്റ് തന്നെ. സ്നേക്ക് പ്ലാന്റ്. ഇത് കേറുവോ? അവിടെ ഇരുന്നതാ. താഴോട്ട് പടത്താൻ താഴോട്ടിട്ടാ. ഇത് കണ്ണാടിച്ചെടി വേറെ ഒരെണ്ണം കുപ്പിക്കകത്ത്. അത് നമ്മുടെ വെളിയിലും ഇങ്ങനെ വെള്ളം വരാനും. ഇത് വേറൊരു കണ്ണാടിച്ചെടി. കണ്ണാടിച്ചെടി തന്നെ വേറെ വേറെ ടൈപ്പ്. ഇതൊരെണ്ണം, അത് വേറെ സ്നേക്ക് പ്ലാന്റ്. ഇതും കണ്ണാടിച്ചെടി. ഇതും കുപ്പിയില്ല, വെറും ബൂസ്റ്റിന്റെ കുപ്പിയില്ല. ബൂസ്റ്റ് is the secret of this plant. പിന്നെ ഇത് ചെമ്പരത്തി. ബൂസ്റ്റ് കിട്ടുന്നതാണ് ഇത്ര തടിച്ച് കൊഴുത്ത് നടക്കുന്നത്. ബൂസ്റ്റ് വിട്ടില്ല. ഇത് ചെമ്പരത്തി. ശംഖുപുഷ്പം ഉണ്ടായി വരും. ശംഖുപുഷ്പം ചെറുതാണ്, നട്ടതേ ഉള്ളു അല്ലേ? ഇത് മണി പ്ലാന്റ് വേറൊരു കളർ സൈസാ, ഡബിൾ കളറിലും. പിന്നെ അപ്പുറത്ത് ബാമ്പു. ഇത് ഉരുളൻകിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വേറെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ബാക്കിയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് വേറെ, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ എല്ലാം ഉണ്ട്. ഉള്ളി. ഇത്രയും സ്ഥലത്താണ് ഈ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും കൗതുകപരമായിട്ട് പറയാനുള്ളത്. ഇതാണ് ഈ ചേച്ചി അളിയൻ ഡ്യൂട്ടി പോയേക്ക് വന്ന രണ്ടുപേരുടെയും സപ്പോർട്ട്. അളിയന്റെ ഭയങ്കര സപ്പോർട്ടാണ്. എവിടെ അരി മേടിക്കാൻ പോയാലും ചെടി കാണുമെന്നെങ്കിൽ അണ്ണൻ ചെടി മേടിച്ചു കൊടുക്കും. അരി പിന്നെ മതി, ചെടി ആദ്യം. സ്ഥലം ചേച്ചിക്ക് വലിയൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ അവിടെ എന്തൊക്കെ ആയതിന്. ഇതെന്താ ചേച്ചി താഴെ? ഇതും പൊട്ടറ്റോയാ. നമുക്ക് ടെറസ് ഒക്കെ ഇല്ല. നമുക്ക് ഈ കമ്പനി ക്വാർട്ടേഴ്സ് ആയണ്ടേ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ളത്. നമുക്ക് ടെറസ് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി എന്തുമാത്രം എന്തൊക്കെ. എന്നാലും ഒരു 10-40 വെറൈറ്റി എങ്കിലും കാണും ഇല്ലേ ചെടി? 60 വെറൈറ്റിയുടെ അടുത്തോളം ചെടികളുണ്ട്. ഈ മിക്കി മൗസ് കൊച്ചിലെ പണ്ട് വരച്ചതാണ്. ഏകദേശം ഒരു 10-15-16 വർഷമെങ്കിലും ആയി കാണും. ഞാൻ വരച്ചതാണ്. ഫ്രെയിം ചെയ്ത് ചേച്ചി ഇത്രയും നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. ചേച്ചി എന്തോ കിട്ടിയാലും അത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ. മാജിക് ബോൾ. മാജിക് ബോൾ ഇതാണ്. ഇത് ബോൾ ആയിരുന്നു. അത് വെള്ളത്തെ ഇടുമ്പം അത് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ വരും. ചേച്ചിക്ക് പിന്നെ അക്വേറിയം ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ചത്തുപോയി. അയ്യോ, മീനെല്ലാം ചത്തുപോയി. ഉണ്ടോ? ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട്, ടിവിയുടെ ബാക്ക്ഗ്രൗണ്ട് വേറെ ചെടികളാ. വളം എന്ത് വേണേ? ചാണകപ്പൊടിയും ചകിരിപ്പൊടിയും. ചാണകപ്പൊടിയാണിത്. ചാണകപ്പൊടി നെറ്റിൽ നിന്ന് മേടിപ്പിച്ചാണ് ചേച്ചി. ഇവിടെ നമുക്ക് ചാണകപ്പൊടിയും കിട്ടാറില്ല. ഇതെന്തോ ചാണകപ്പൊടിയാണോ? ഇത് ചാണകപ്പൊടിയാണ്, ഇത് ചകിരിപ്പൊടിയാണ്. ചകിരി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇടുന്നത്. ഇത് രണ്ടും നെറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇല്ലയോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. 10 കിലോയുടെ ചാക്ക. 10 കിലോയുടെ ചാക്കാണ്. ഇതാണ് ചേച്ചി ഇടുന്നത് വളമായിട്ട്. സ്പേസ് സ്ഥലം കുറവാണ്. ഇത്ര സ്ഥലത്താണ് ചേച്ചി ഇതെല്ലാം ഉണ്ടാക്കി. ഇനി സ്ഥലമില്ല. ഇനി ചേച്ചിക്ക് ഇനി ഒത്തിരി ഓരോന്നും ചെയ്യണമെന്നുണ്ട്. പക്ഷെ സ്ഥലക്കുറവ് കാരണം ഒന്നും പറ്റുന്നില്ല.